സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 48-ാമത്തെ ശ്ലോകം. ധന്യോഹമെന്നുമതിമാന്യോഹമെന്നുമതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഞാൻ ധന്യനാണെന്നും മാന്യനാണെന്നും വളരെയധികം പുണ്യം ചെയ്തവനാണെന്നുമുള്ള അഹങ്കാരം തഴച്ചു വളർന്ന കൊടുങ്കാട്ടിൽ ആനകൾ വിഹരിക്കുകയും ചെയ്യും. നാരായണ, അവിടുന്ന് രക്ഷിക്കണേ. മുൻ കീർത്തനത്തിൽ അഹങ്കാരമായ വൻമരത്തിൽ നിന്ന് പഴങ്ങൾ വീണ് അതിലെ വിത്തുകൾ മുളിച്ച് കൊടുങ്കാടായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. പുണ്യപാപ പ്രവൃത്തികൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ അതിൽ ധാരാളം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവനിലും ഈ അഹങ്കാരം തലപൊക്കും. ഭഗവത്പരങ്ങളായ കാര്യങ്ങൾ താൻ ചെയ്യുന്നവനാണെന്നും എല്ലാവർക്കുമിടയിൽ താൻ ഭക്തനാണെന്നും ഉള്ളിൽ തോന്നിപ്പോയാൽ അതും ഒരഹങ്കാരമാണ്. സപ്താഹത്തിന് 7 ദിവസവും ശ്രദ്ധയോടെ കേൾക്കുകയും പറയുകയും അവിടെ നടക്കുന്ന അന്നദാനാദികളിൽ ഏർപ്പെടുകയും ആ കർമ്മത്തിന് വേണ്ട സാമ്പത്തികം കൊണ്ട് തനിക്ക് സഹായിക്കാൻ പറ്റി എന്നതും, അതുപോലെ എപ്പോഴും ക്ഷേത്രദർശനവും തീർത്ഥാടനവും നാമജപവുമായി നടക്കുന്നവരിലും ഞാൻ ചെയ്തു എന്നും എനിക്കത് സാധിച്ചു എന്നും ഉള്ള ചിന്തകൾ ഉയർന്നേക്കാം. ഇതെല്ലാം ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് ഒരു വേള മറന്നുപോയാൽ അതും അഹങ്കാരമായി തീരും. ഭഗവാനെ, അങ്ങയ്ക്ക് മൃഗയാവിരോധത്തിന് എവിടെയും മറ്റൊരു ദിക്കിലേക്കും പോവാതെ എൻ്റെ മനസ്സാകുന്ന കാട്ടിൽ അനേകം ദുഷ്ടമൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട്. അവയെ നശിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി അവിടുന്ന് ആനന്ദിച്ചാലും ഇവിടെ തന്നെ സ്ഥാനമുറപ്പിച്ചാലും ഹരേ നാരായണ, അവിടുത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ഗുരുജി.